അതിന്റെ ഏരിയ ഒരു വശങ്ങളാകാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ സൈഡുകൾ കൂട്ടുമ്പോൾ വലിയ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ 90 ഡിഗ്രി ഉള്ളത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതേപോലെ പെരിമീറ്റർ A+B+C ആണ്. അതുപോലെ ഏരിയ ഹാഫ് BH ആണ്. ഇനി നമുക്ക് എൻ്റെ പ്രോബ്ലത്തിലേക്ക് പോയി. പാദം തന്നിട്ടുണ്ട്, നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് വേറെ ടൈപ്പ്. ട്രയാങ്കിൾ ABC-യിൽ AB 15 സെന്റിമീറ്റർ, ഏരിയ എന്നാണ് ചോദിക്കുന്നത്. ഒരു നിമിഷം ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ ചോദ്യം ഇത്, ട്രയാങ്കിൾ ABC-യിൽ AB 15, സിയിൽ നിന്ന് AB-യിലേക്കുള്ള ആ ലംബം 6 സെന്റിമീറ്റർ ആയാൽ നമ്മളോട് ഏരിയ ചോദിച്ചിരിക്കുന്നു. ഒന്നുമില്ല, വെറുതെ ജാടയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മൾ സാധാരണ ആ BH തന്നെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നുള്ളൂ. ABC AB 15 സെന്റിമീറ്റർ, തല തിരിച്ചാണ് AB 15 തന്നിട്ടുണ്ട്. AB-യിൽ നിന്ന് സിയിലേക്കുള്ള ലംബം കണ്ടോ, ഇതാണ് തന്നിരിക്കുന്നത് 6. നമ്മളോട് ഏരിയ ചോദിച്ചിരിക്കുന്നു. ഒന്നുമില്ല, ഹാഫ് BH, ഹാഫ് ഇൻറ്റു B അറിയാം 15, H അറിയാം 6, 3. നമ്മുടെ ആൻസർ 45 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നുമില്ല. ഇനി അടുത്തത്, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കോണുകളുടെ അംശബന്ധമായി വരാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധ്യത ഇല്ലാത്തത് എന്താണ്? റൈറ്റ് ട്രയാങ്കിളിന്റെ കോണുകളുടെ റേഷ്യോ സാധ്യതയില്ലാത്തത് ഏത്? റേഷ്യോ തന്നിരിക്കുന്നു. 5:8:3, 8:11:3, C 11:12:5, D 8:7:1. ഞാൻ പറഞ്ഞു റേഷ്യോ ആകാൻ സാധ്യതയില്ലാത്തത്, അതിന്റെ ഒരു മട്ടത്രികോണത്തിന്റെ റേഷ്യോ ആകാൻ സാധ്യതയില്ലാത്ത, സാധ്യത ഉള്ളത് ഞാൻ പറഞ്ഞു. എന്താണ്? നമ്മള് ആ ചെറിയ രണ്ട് റേഷ്യോ കൂടി കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടണം? വലിയ റേഷ്യോ കിട്ടണം. നോക്ക, 5+3 8, അപ്പൊ സാധ്യതയുണ്ട്. 8+3 11, സാധ്യതയുണ്ട്. 11+5 16, സാധ്യത ഇല്ല. കണ്ടോ, 12 ആണ്. അപ്പൊ ഇല്ല. ചെറുത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എല്ലാം ഈ വലുത് കിട്ടണം. 5 3 കൂടി കൂട്ടിയപ്പോ 8 കിട്ടി. 8 3 കൂടി കൂട്ടിയപ്പോൾ 11 കിട്ടി. ഇതെല്ലാം സാധ്യതയുള്ള ടീമുകളാണ്. സാധ്യത ഇല്ലാത്തത് ഇതാണ്. അതേപോലെ ഇത് നോക്കുക, 7 1 കൂടി കൂട്ടി 8 കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് റേഷ്യോന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഈ രീതിയാണ്, ഓർത്തു വെക്കുക. ഓക്കെ. ഇനി അടുത്തത്, ഒരു മട്ടത്രികോണത്തിന്റെ അളവാകാൻ സാധ്യതയുള്ളത് ഏതു മട്ടത്രികോണം? അളവാകാൻ, ഇത് നേരത്തെ പറഞ്ഞത് റേഷ്യോ. ഇനി അളവാകാൻ സാധ്യതയുള്ളത്, അതായത് ഇപ്പോ 2 3 4 റേഷ്യോ അല്ല തന്നിരിക്കുന്നത്. B 8 7 6, C 12 13 5, D 12 15 10.
മട്ടത്രികോണത്തിന്റെ അളവാകാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ രണ്ടെണ്ണത്തിന്റെ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയത് വലിയ വശത്തിന്റെ സ്ക്വയറിന് തുല്യമാവണം. എന്താണ് ചെറിയ രണ്ട് വശം? ചെറിയ രണ്ട് വശം ഇതില് 2ഉം 3ഉം ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുക. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് 9 13 ആണ് കിട്ടുന്നത്. അത് അടുത്തതിന്റെ ആ സ്ക്വയറിന് തുല്യമായിട്ട് വരണം. 4ന്റെ സ്ക്വയർ 16 തുല്യമല്ല. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സാധ്യതയുള്ളത് ഏത് എന്നാണ്. അപ്പോ ഇത് സാധ്യതയില്ലാത്തതാണ്. രണ്ട് വശങ്ങളുടെ സ്ക്വയർ കൂട്ടിയത് വലിയ വശത്തിന്റെ സ്ക്വയറിന് തുല്യമാവണം എങ്കിലാണ് മട്ടത്രികോണമാകുള്ളൂ. അപ്പൊ ഇതല്ല. ഇനി അടുത്തത് വേറൊരെണ്ണം നോക്ക്. 8 7 8ഉം 7ഉം 6ഉം അതിന്റെ സ്ക്വയർ എടുക്കുക. 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 49. കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്രയും കാണുന്നുണ്ട്. ഇത് കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ? അപ്പൊ 2 3 4. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് മട്ടത്രികോണത്തിന് അളവാകാൻ സാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ അളവാകാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്? ചെറിയ രണ്ട് അളവുകളുടെ സ്ക്വയർ എടുക്കുമ്പോൾ വലിയ വശത്തിന്റെ സ്ക്വയറിന് തുല്യമാകുന്നതാണ് മട്ടത്രികോണം. അപ്പൊ അത് എഴുതി നോക്ക്. മട്ടത്രികോണത്തിന്റെ അളവാകണമെങ്കിൽ ചെറിയ രണ്ട് സൈഡുകളുടെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടുക. കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് വലുത് ഏതാണോ ആ സ്ക്വയർ കിട്ടണം. അപ്പൊ ഇവിടെ 2ന്റെ സ്ക്വയർ എടുത്തു, 3ന്റെ സ്ക്വയർ എടുത്തു. അപ്പൊ 4 പ്ലസ് 9 13 ആണ് കിട്ടുന്നത്. മറ്റേ വലുതിന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ ഇത് മട്ടത്രികോണം അല്ല. നമ്മളോട് ആകുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് എടുക്കുക. 8ന്റെ സ്ക്വയർ 7ന്റെയും 6ന്റെയും സ്ക്വയർ എടുക്കുക. 7 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 49 പ്ലസ് 36. അപ്പൊ 75 എന്നാണ് കിട്ടുന്നത്. നമുക്ക് 8ന്റെ സ്ക്വയർ 64 ആണ്. അപ്പൊ അതുമല്ല, മട്ടത്രികോണം അല്ല. ഇനി അടുത്തത് നോക്കുക. 12ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും. 12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ 144 പ്ലസ് 25 നമുക്ക് 169 കിട്ടും. 13ന്റെ സ്ക്വയർ 169. കണ്ടോ? അപ്പൊ അത് മട്ടത്രികോണമാണ്. നമ്മുടെ ആൻസർ 12 13 5. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നമ്മളുടെ റേഷ്യോ ആകാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ രണ്ട് റേഷ്യോകൾ കൂട്ടുമ്പോൾ വലിയ റേഷ്യോ കിട്ടണം. 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 8 കിട്ടി. അപ്പൊ ഇതെന്താണ്? നമ്മുടെ മട്ടത്രികോണമാണ് റേഷ്യോന്റെ കേസിൽ. ഇനി വശങ്ങളാണ് തരുന്നതെങ്കിൽ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടണം. അപ്പൊ ഇവിടെ നോക്കാം. ചെറിയ രണ്ട് വശങ്ങൾ 12ഉം 5ഉം അതിന്റെ സ്ക്വയർ എടുത്തപ്പോ 169 കിട്ടി. 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ അത് വലിയ വശത്തിന്റെ സ്ക്വയറിന് തുല്യം 169. അപ്പൊ അത് മട്ടത്രികോണമാണ്. അപ്പൊ ഇനി അത് പറയണ്ട, മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബേസ് 60. ബേസ് 60, ഹൈറ്റ് 80. നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് കാണാനായിട്ട് റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ. ബേസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 60ന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ 80ന്റെ സ്ക്വയർ. 60ന്റെ സ്ക്വയറും 80ന്റെ സ്ക്വയറും 3600 പ്ലസ് 6400 എന്നിട്ട് 64 6400 രണ്ടുകൂടി കൂട്ടുമ്പോൾ 10000 കിട്ടും. 10000ത്തിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10000 100 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈപ്പോട്ടനസിന്റെ നീളം. ഇനി നമ്മളോട് ചോദിക്കുവാണ് ബേസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ബേസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് വലുത് ഏതാണ്?
ഹൈപ്പോട്ന്യൂസ് ആണ്. ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ മൈനസ് എന്താണ് നമ്മുടെ ഹൈറ്റിന്റെ സ്ക്വയർ. ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ മൈനസ് ഹൈറ്റിന്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൈപ്പോട്ന്യൂസ് 17 തന്നിരിക്കുന്നു, അതിന്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് 8 ആണ്. നമ്മളോട് ബേസ് ചോദിച്ചിരിക്കുന്നു. ബേസ് കണ്ടുപിടിക്കാനായിട്ട് √17² മൈനസ് 8² കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും. എത്രയാണ് 17ന്റെ സ്ക്വയർ? 289 മൈനസ് 64 നമുക്ക് കിട്ടും 225 കിട്ടും. 225ന്റെ റൂട്ട് നമുക്ക് കിട്ടും 15. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 32 മീറ്റർ ഉയരമുള്ള ഒരു തെങ്ങ് 32 മീറ്റർ ഉയരമുള്ള തെങ്ങ് 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞ് അതിന്റെ മുകളറ്റം നിലത്ത് കുത്തി നിലത്ത് കുത്തിയിരിക്കുന്നു എങ്കിൽ നിലത്ത് കുത്തിയ അറ്റം തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ്? എങ്കിൽ നിലത്ത് കുത്തിയ അറ്റം തെങ്ങിൻ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ്? അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അതായത് 32 മീറ്റർ ഉയരമുള്ള ഒരു തെങ്ങാണ്. ആ തെങ്ങ് എവിടെ വെച്ചാ ഒടിയുന്നത്? 12 മീറ്റർ ഉയരത്തിൽ ഒടിഞ്ഞ് അതിന്റെ മുകളറ്റം, അതായത് മൊത്തം 32 ഉണ്ടായിരുന്നു. അത് 12 മീറ്ററിൽ വെച്ച് 12 മീറ്ററിൽ വെച്ച് ഒടിഞ്ഞ് താഴത്തേക്ക് കുത്തി. അപ്പൊ ഇങ്ങനെ വന്നു, മനസ്സിലായോ? അപ്പൊ 12ൽ വെച്ച് മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ തെങ്ങ് ഇങ്ങനെ നിൽക്കുമ്പോ 32 ഉണ്ടായിരുന്നു. അപ്പൊ 12ൽ വെച്ച് ഒടിഞ്ഞ് താഴത്തേക്ക് വന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, ഈ ഇവിടം തുടങ്ങി മുകളറ്റം നിലത്ത് കുത്തിയിരിക്കുന്നുവെങ്കിൽ നിലത്ത് കുത്തിയ അറ്റം തെങ്ങിൻ ചുവട്ടിൽ നിന്ന് ഈ തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ്? അപ്പൊ ഇതല്ലേ ചോദിക്കുന്നത്. അപ്പൊ ആ രീതിയിലും നമ്മളോട് ചോദിക്കാം. അപ്പൊ എന്താണ്, മൊത്തം 32 മീറ്റർ ആണ്. ഇങ്ങനെ പോയ തെങ്ങാണ്. പെട്ടെന്ന് കാറ്റും മഴയൊക്കെ വന്ന് ഒടിഞ്ഞ് താഴത്തേക്ക് വീണു. ഇപ്പൊ മഴയൊക്കെ അല്ലേ, ഒടിഞ്ഞ് താഴേക്ക് വീണു കഴിഞ്ഞപ്പോ എത്ര വെച്ചാ ഒടിഞ്ഞ് വീണിരിക്കുന്നത്? 12 മീറ്ററിൽ വെച്ചിട്ടാണ് ഒടിഞ്ഞ് താഴെ വന്ന് നിലത്ത് കുത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് എത്ര അകലത്തിലാണ്? അപ്പൊ ഒരു ട്രയാങ്കിൾ ആയി. അപ്പൊ ചോദിക്കുവാണ്. അപ്പൊ നമുക്കറിയാം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 32 മീറ്റർ ഉയരമുള്ള തെങ്ങ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് 12ൽ വെച്ച് ഒടിഞ്ഞപ്പോ ബാക്കിയുള്ള പോർഷൻ എത്ര ഉണ്ടാവും? മൊത്തം 32 ആയിരുന്നു. അപ്പൊ 12 ഇവിടെ നിൽക്കുന്നുണ്ട്, ബാക്കി എത്രയുണ്ട്? 20 ഇല്ലേ? ആ 20 ആണ് ഈ ഒടിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുന്നത്. അപ്പൊ ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബേസ് എത്ര എന്ന് ചോദിക്കുന്നതിന് പകരം തെങ്ങിനെ കൊണ്ടുവന്ന് ഒടിച്ചിട്ടു, എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ്. അപ്പൊ ബേസ് എങ്ങനെ കണ്ടുപിടിക്കും? വലിയ വശം ഏതാണോ ആ വലിയ വശത്തിന്റെ സ്ക്വയർ കണ്ടിട്ട് സ്ക്വയറിൽ നിന്ന് ഈ ലംബം, അതായത് ഹൈറ്റ് സ്ക്വയർ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് ബേസ്? പാദം എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതേതാണ്? 20 സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ 12 സ്ക്വയർ √400. 200ന്റെ സ്ക്വയർ 400, 144. നമുക്ക് കുറക്കുമ്പോൾ 256. 256ന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 16 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ പല രീതിയിലും ചോദിക്കും. ചിലപ്പോ തെങ്ങായിരിക്കും, ഇനി വേറെ എന്തെങ്കിലും സാധനം വന്ന് ഒടിഞ്ഞ് വീണ് അടക്കാമരം കൊണ്ടുവന്ന് ഒടിച്ചിടാം. മനസ്സിലാവും. അപ്പൊ എന്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവണം അത് വീഴ്ചയില് അതെങ്ങനെയാണ് വീഴുന്നതെന്ന് നോക്കുക. അപ്പൊ അത് ട്രയാങ്കിളിന്റെ രൂപത്തിലാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് പല വിധത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ട്. അതില് ആദ്യത്തെ ഒരു ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലാറ്ററൽ എല്ലാം ഈക്വൽ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, ഭുജങ്ങളെല്ലാം സമമായിട്ടുള്ള ത്രികോണം. അപ്പൊ
ഭുജങ്ങളെല്ലാം സമം. അപ്പൊ ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എ ആണ്, ഈ സൈഡും എ ആണ്. എല്ലാ സൈഡും തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ ആണ് എന്ത്? സമഭുജ ത്രികോണം എന്ന് പറയുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. അതായത് എല്ലാ സൈഡും തുല്യം, എല്ലാ കോണുകളും തുല്യം, എല്ലാ ആംഗിളും തുല്യം, എല്ലാ സൈഡുകളും തുല്യമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്. ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ പെരിമീറ്റർ നമുക്കറിയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് എന്ന് പഠിച്ചിട്ടുണ്ട്. എത്ര സൈഡ് ഉണ്ട്? എ എ എ. അപ്പൊ എന്താണ്? 3a. a പ്ലസ് എ പ്ലസ് എ, ചുറ്റുമുള്ള അളവ് എ കൂട്ടി എ കൂട്ടി എ കൂട്ടി 3a. അപ്പൊ പെരിമീറ്റർ കാണാനുള്ള വാക്യം സമഭുജ ത്രികോണം ഇക്വിലാറ്ററിന്റെ 3a ആണ്. ഏരിയ കാണാനുള്ള വാക്യം കാണാതെ പഠിച്ചോളൂ. √3a²/4. √3a²/4 ഏരിയ. നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ച പോലെ ഉഡായിപ്പൊന്നും ജോമെട്രിയിൽ നടക്കില്ല. ജോമെട്രിയിൽ ഇക്വേഷൻ പഠിക്കുക. ഉഡായിപ്പ് വെച്ച് ചെയ്യുന്നതിന് നല്ലത് ആ ജോമെട്രിയിൽ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ √3a²/4 എന്താണ്? √3a²/4. അതേപോലെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള വാക്യം √3a/2. ഹൈറ്റ് √3a/2 ആണ് ഹൈറ്റ് കാണാനുള്ളത് എന്നും ഓർത്തിരിക്കുക. എന്താ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈറ്റ് ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് കാണാൻ a²/4 എന്നില്ല, a/2 എന്നാണ്. അതായത് a²ന്റെ സ്ക്വയർ പോയി a ആയി, 4ന്റെ സ്ക്വയർ പോയി 2 ആയി. അപ്പൊ ഹൈറ്റ് കാണുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ക്വയറുകൾ പോയി. എയുടെ സ്ക്വയർ ഇല്ല, അതേപോലെ തന്നെ 2ന്റെ സ്ക്വയർ അല്ലേ, സ്ക്വയർ റൂട്ട് എടുക്കുക, അതാണ് അതിൽ വരുന്നത്. അപ്പൊ ഇക്വിലാറ്ററിന്റെ വൃത്തിയായിട്ട് ഓർത്തു വെക്കുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എല്ലാ സൈഡും തുല്യം, എല്ലാ കോണുകളും തുല്യം, കോണുകളെല്ലാം 60 ഡിഗ്രി. എല്ലാ സൈഡും തുല്യം എന്ന് പറയുമ്പോൾ 3 സൈഡ് ഉണ്ട്. a + a + a 3a പെരിമീറ്റർ. ഏരിയ കാണാനുള്ള വാക്യം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് √3a²/4. ഇനി ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയർ പോകും. ഹൈറ്റ് √3a/4 അല്ല 2. ഇനി ഈ √3യുടെ വാല്യൂ ഒന്ന് ഓർത്തിരുന്നു. √3 ആയിരിക്കും എപ്പോഴും ആൻസർ വരുന്നത്. 1.73 ആണ് √3യുടെ വാല്യൂ. ഇനി ചിലപ്പോ വാല്യൂ ഇട്ട് ഗുണിച്ചിട്ട് വെച്ചിരിക്കുവാണെങ്കിൽ 1.73 ഇട്ട് ഗുണിക്കണം ലാസ്റ്റ് കിട്ടുന്നതിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശം 80, ഏരിയ, പെരിമീറ്റർ, ഹൈറ്റ് എല്ലാം ഒരുമിച്ച് കാണാം. അപ്പൊ പെട്ടെന്ന് കഴിയും. എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സൈഡ് 8, ഏരിയ കാണുക, പെരിമീറ്റർ കാണുക, ഹൈറ്റ് കാണുക. ഒന്നുമില്ല. ഏരിയ കാണാനുള്ള വാക്യം നമുക്കറിയാം. √3a²/4. √3a², 8ന്റെ സ്ക്വയർ 8 × 8/4. 4ഉം 8ഉം വെട്ടി 2, 16 √3. എപ്പോഴും √3 ഇട്ടായിരിക്കും തരിക. 3 സെന്റിമീറ്റർ സ്ക്വയർ. മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ. ഇനി ഏരിയ, അപ്പൊ ഏരിയ കിട്ടി. ഇനി പെരിമീറ്റർ നമുക്കറിയാം കണ്ടുപിടിക്കാനായിട്ട്. 3 സൈഡ് 3 തുല്യം, 3a ആണ്. 3 × 8 24 സെന്റിമീറ്റർ. ഇനി ഹൈറ്റ് കാണാനുള്ള വാക്യം നമ്മൾ പഠിച്ചു. √3a²/4 ഇല്ല, a/2 ഉള്ളൂ. √3a നമുക്കറിയാം 8/2, 4 √3. ഇങ്ങനെയാണ്. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ 100 മീറ്റർ, 100 √3 ആയാൽ ഏരിയ തന്നിരിക്കുന്നു. ഏരിയ = 100 √3. നമ്മളോട് ചോദിക്കുന്നു
അതിന്റെ വശത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചിരിക്കുന്നു. അതായത് വശം സൈഡ് എ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏരിയ കാണാനുള്ള വാക്യം √3a²/4 നമുക്ക് തന്നിരിക്കുന്നു 100 √3a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 4 അങ്ങോട്ട് പോകുമ്പോൾ 100√3 × 4 a² ആണ് കണ്ടുപിടിക്കുമ്പോൾ a² ഇവിടെ നിർത്തുക 100√3 × 4 ഈ ഗുണിച്ചിരിക്കുന്ന √3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കാനാകും √3 യും √3 ക്യാൻസൽ ആയി a² 400 a എന്താണ് √400 നമ്മുടെ ആൻസർ 20. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഏരിയ നമുക്ക് തന്നിരിക്കുന്നു. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ 100√3 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഒരു സൈഡ് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ഇക്വേഷൻ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള മോഡലുകളാണ് കാണാറുള്ളത് കൂടുതലായിട്ട്. അപ്പോൾ √3a²/4 ആണ് ആ ഇക്വേഷൻ, മറന്നു പോകരുത്. അതാണ് ഈ 100√3 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ 4നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ √3a² മാത്രം ഇവിടെ തനിച്ചായി 100√3 × 4 ആകുകയാണ്. ഇനി a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 100√3 × 4/√3. അപ്പൊ ഈ √3യും ഈ √3യും ക്യാൻസൽ ആയി 100 × 4 400. അപ്പൊ a² 400 ആണെങ്കിൽ ഏതാണ് √400 നമുക്ക് കിട്ടും 20. അടുത്തത് if the side of the equilateral triangle is √3, side if side of the equilateral triangle is √3 centimeter, height കാണുക. ഹൈറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഹൈറ്റ് കാണാനുള്ള വാക്യം height is equal to √3a/2 ആണ്. നമുക്ക് സൈഡ് തന്നിട്ടുണ്ട് √3. നമ്മൾ എഴുതാം √3 × a, അറിയാം a ആണല്ലോ തന്നിരിക്കുന്നത് √3. അപ്പോൾ √3 × √3/2. 2 √3 അടുപ്പിച്ചു വന്നാൽ നമുക്കറിയാം ഒരെണ്ണം എഴുതിയാൽ മതി 3/2. നമ്മുടെ ആൻസർ 3/2. ഇനി ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഉള്ളില് ഒരു സർക്കിള് കയറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് അന്തർവൃത്തം അഥവാ ഇൻസർക്കിൾ എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിള്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിള്, അതിന്റെ അകത്തേക്ക് ഒരു സർക്കിള്, ഞാൻ വരച്ച സർക്കിൾ ശരിയായില്ല, കപ്പങ്ങ പോലെ ആയിപ്പോയി, അത് നോക്കണ്ട, സർക്കിള് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ആ സർക്കിളില് ഒരു സർക്കിൾ കയറ്റി വെച്ചിരിക്കുകയാണ് ഒരു സമഭുജ ത്രികോണത്തില്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇൻസർക്കിൾ ഏരിയ കാണാനുള്ള വാക്യം ഇൻസർക്കിൾ ഏരിയ, അതായത് അന്തർവൃത്തം. വൃത്തം അന്തറിലാണ്. എന്തിന്റെ അന്തറിലാണ്? ആ ട്രയാങ്കിളിന്റെ അന്തറിലാണ്, അന്തർവൃത്തം. അപ്പോ ഇൻസർക്കിൾ ഏരിയ കാണാനുള്ള വാക്യം a²/12π. a²/12π. ഇൻസർക്കിൾ ഏരിയ കാണാനുള്ള വാക്യം a²/12π. ഇനി നമ്മുടെ സർക്കിള് ഇത് അതിന്റെ പുറത്തു കൊണ്ടുവന്നിട്ട് ട്രയാങ്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് പരിവൃത്തം എന്ന് പറയുന്നത്. പരിവൃത്തം ആദ്യം ട്രയാങ്കിളിന്റെ ഉള്ളിലിട്ടു. ഇനി എന്താണ്, നമുക്ക് ആ സർക്കിളിന്റെ ഉള്ളിലേക്ക് ആര് കൊണ്ടുവന്നു? ട്രയാങ്കിൾ കൊണ്ടുവന്ന് വെച്ചു. അതിനെയാണ് സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. സർക്കം സർക്കിൾ ഏരിയ ആണെങ്കിൽ a²/3π ആണ്. സർക്കം സർക്കിൾ a²/3π. ട്രയാങ്കിൾ വന്നിട്ട് അടുവാണെങ്കിൽ 3π. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ട്രയാങ്കിൾ ആണെങ്കിൽ മൂന്ന് സൈഡ് അല്ലേ, ട്രയാങ്കിള് സർക്കിളിന്റെ ഉള്ളിൽ ആലേഖനം ചെയ്തിരിക്കുവാണെങ്കിൽ, അതായത് നമ്മളോട് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ ഉള്ളിൽ ആര് വന്നിരിക്കുവാണ്? ട്രയാങ്കിൾ വന്നിരിക്കും. അപ്പൊ ട്രയാങ്കിളിന്റെ 3 സൈഡുണ്ട്. അപ്പൊ a²/3π എന്ന് ഓർത്തിരിക്കുക. മറ്റേത് ഇൻസർക്കിൾ ആണെങ്കിൽ a²/12π
എ സ്ക്വയർ ബൈ 12 പൈ. അത് ഓർത്തിരിക്കുക. പലപ്പോഴും ഇൻസർക്കിൾ ഏരിയ, സർക്കം സർക്കിൾ ഏരിയ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ വടി വിഴുങ്ങിയ പോലെ ഇരിക്കരുത്, നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. 12 സെന്റിമീറ്റർ വശമുള്ള 12 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അന്തർവൃത്തത്തിന്റെ വിസ്തീർണം കാണുക. അന്തർവൃത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസർക്കിളിന്റെ ഏരിയ കാണുക. ഇൻസർക്കിൾ ഏരിയ കാണുക. ഒന്നുമില്ല, ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിള് ഇന്നിലാണ്, അന്തറിലാണ്. അന്തറിലാണെങ്കിൽ നമുക്കറിയാം ഏരിയ കാണാനുള്ള വാക്യം നമ്മൾ എഴുതി. എ സ്ക്വയർ ബൈ 12 പൈ ആണ്. അന്തർ ഇൻസർക്കിളില് 12, മറ്റേ സർക്കം സർക്കിളില് 3. അപ്പൊ ഇവിടെ എ എത്രയാണ്? 12. 12 സ്ക്വയർ ബൈ 12 പൈ. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12 പൈ ബൈ 12. ഈ 12ഉം ഈ 12ഉം വെട്ടി 12 പൈ. ആൻസർ 12 പൈ. ഇനി നമ്മളോട് ചോദിക്കുവാണ് സർക്കം സർക്കിളിന്റെ ഇതാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് വാക്യം ഉപയോഗിക്കും? എ സ്ക്വയർ ബൈ 3 പൈ. അപ്പൊ എ സ്ക്വയർ എത്രയാണ്? 12 സ്ക്വയർ ഡിവൈഡ് ബൈ 3 ഇൻറ്റു പൈ. അപ്പൊ എന്ത് കിട്ടും? 12 ഇൻറ്റു 12 3 പൈ. 3ഉം 12ഉം വെട്ടി 4, 48 പൈ എന്ന് കിട്ടും. അതെന്താണ്? അത് നമ്മുടെ സർക്കം സർക്കിൾ ഏരിയ ചോദിച്ചാൽ. ഇൻസർക്കിൾ ചോദിച്ചാൽ എ സ്ക്വയർ ബൈ 12 പൈ. അപ്പൊ ആ രണ്ട് ഇക്വേഷൻ ഓർത്തി വെക്കുക. സർക്കം സർക്കിൾ ആണെങ്കിൽ 3 പൈ ആണ്, എ സ്ക്വയർ ബൈ 3 പൈ. ഇൻസർക്കിൾ ആണെങ്കിൽ എ സ്ക്വയർ ബൈ 12 പൈ. ഏതാണ്? എ സ്ക്വയർ ബൈ 12 പൈ. ഓക്കെ. ഇനി അടുത്ത ത്രികോണം സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാങ്കിൾ. സമപാർശ്വം അഥവാ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ ഇത് നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ കാണാനുള്ള വാക്യം മറന്നു പോകരുത്. √3 എ സ്ക്വയർ ബൈ 4. ഹൈറ്റ് കാണാനുള്ള വാക്യം √3 എ സ്ക്വയർ ഇല്ല, എ ബൈ 2. ഇൻസർക്കിൾ ഏരിയ കാണാനുള്ള വാക്യം എ സ്ക്വയർ ബൈ 12 പൈ. ഇനി സർക്കം സർക്കിൾ ഏരിയ കാണാൻ എ സ്ക്വയർ ബൈ 3 പൈ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ് ഈക്വല്, 3 കോണുകൾ ഈക്വല്, 3 കോണുകളും 60 ഡിഗ്രി വെച്ച്. ഓക്കെ. ഇനി അടുത്തത് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ അതില് രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എ ആണ്, ഇത് എ ആണ്. ഈ രണ്ട് സൈഡ് തുല്യം, ഈ സൈഡ് വ്യത്യാസമുണ്ട്. അതിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ രണ്ട് സൈഡുകൾ തുല്യമാകുമ്പോൾ രണ്ട് കോണുകൾ ഈക്വൽ ആയിരിക്കും. നേരത്തെ 3 എണ്ണമായിരുന്നു, ഇവിടെ 2 ആംഗിളുകളും 2 സൈഡുകളും തുല്യമായതാണ് ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ചുറ്റളവ് കാണാൻ പെരിമീറ്റർ നോക്കുക. പെരിമീറ്റർ എങ്ങനെ കാണും? നമ്മള് എ 3 കൂടിയുള്ള ചുറ്റളവ് എ പ്ലസ് ബി. അപ്പൊ എത്ര എ ഉണ്ട് മൊത്തം? 2a പ്ലസ് ബി. പെരിമീറ്റർ കാണാനുള്ള വാക്യം 2a പ്ലസ് ബി. ഏരിയ കാണാനുള്ള വാക്യം ഏരിയ b/4 ഇൻറ്റു റൂട്ട് ഓഫ് b/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നേരത്തെ √3 എ സ്ക്വയർ ബൈ 4 എന്നായിരുന്നു. ഇതില് സമപാർശ്വമാണെങ്കിൽ, അതായത് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ b/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ചാണ് കാണുക. ഇനി ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അതിന്റെ ഹൈറ്റ് കാണാനുള്ള വാക്യം. ഇനി
സമപാർശ്വ മട്ടത്രികോണമുണ്ട്, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയും. അതില് അതായത് ഒരു സൈഡ് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. എന്നിട്ട് രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് ഐസോസെലസ്. കാരണം ഇത് എ ഇത് മാത്രം വ്യത്യാസം വരുന്നു. ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിൽ ഒരെണ്ണം 90 ഡിഗ്രി ആയിരിക്കും, ബാക്കിയുള്ള രണ്ടും 45 45 ആയിരിക്കും. ഇതെന്താണ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ അതായത് നമ്മുടെ സമപാർശ്വ മട്ടത്രികോണം. അതില് രണ്ട് കോണുകൾ 45 ഒരെണ്ണം 90 ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോ അവർ തമ്മിലുള്ള റേഷ്യോ, അതായത് അതിന്റെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും. 1:1:√2. ഇത് 1 ഇത് 1 ഇത് √2. അതായത് നമുക്കറിയാം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? കർണം കണ്ടുപിടിക്കുന്നത് √, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ അങ്ങനെ പാദം എന്താണ്? √1² പ്ലസ് 1². ഒന്നിന്റെ സ്ക്വയർ 1 തന്നെ, 1 + 1 √2. ആ √2 ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ വശങ്ങളുടെ റേഷ്യോ 1:1:√2 ആയിരിക്കും. എന്തുകൊണ്ടാ? ഇത് 1 ആണ്, ഇതും 1 ആണ്. ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണ്, നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ 1:1:√2 ആയിരിക്കും. അതും ഓർത്തിരിക്കുക. ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ വ്യത്യസ്തമായ കോൺ 80 ഡിഗ്രി ആയാൽ, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അതിന്റെ വ്യത്യസ്തമായ കോൺ, വ്യത്യസ്തമായ ആംഗിൾ 80 ഡിഗ്രി ആയാൽ അതിന്റെ ബേസ് കോണുകൾ എത്ര? ബേസിലെ കോണുകൾ എത്ര? നമുക്കറിയാം 180 മൊത്തം വരുന്നു. അതിൽ ഒരെണ്ണം 80 ആണെന്ന് പറയുന്നു. അപ്പൊ ബാക്കി 100 ഉണ്ട്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഒരെണ്ണം എത്രയാണ്? 50. ഒരെണ്ണം 50 ആയിരിക്കും. മനസ്സിലായില്ലേ? മൊത്തം 180 ആണ്, വ്യത്യസ്തമായ കോൺ 80 ആണെന്ന് പറയുന്നു. അപ്പൊ ബാക്കി 100 ഉണ്ട്. ആ 100ൽ രണ്ടെണ്ണം ഈക്വൽ അല്ലേ? അപ്പൊ 50 50. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് 10, അതിന്റെ തുല്യമായ വശങ്ങൾ 13 സെന്റിമീറ്റർ ആയാൽ ഏരിയ, ഹൈറ്റ് ഇവ കാണുക. അപ്പോ നമ്മൾ ഇതിന്റെ അകത്ത് ബിയും ഉണ്ട്, എയും ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ ആ തുല്യമായ സൈഡ്, കണ്ടോ? ഈ രണ്ട് വശങ്ങൾ തുല്യമായ സൈഡ്. ബി എന്ന് പറഞ്ഞാൽ ബേസ്. അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് 10, മുഴുവൻ ഞാൻ എഴുതുന്നില്ല, ബേസ് 10. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് 10 ആണ്. അതിന്റെ തുല്യമായ വശങ്ങൾ, ഈക്വൽ സൈഡുകൾ 13 സെന്റിമീറ്റർ. ഈക്വൽ സൈഡ് അതായത് എ 13 ആയാൽ, അതായത് എ ആണ് തന്നിരിക്കുന്നത്. ഈക്വൽ സൈഡ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം എ ആണ്. ഏരിയയും ഹൈറ്റും കാണുക. ഏരിയ, ഹൈറ്റ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചു b/4 × √4a² - b². b/4 × √4a² - b². b/4 b ബേസ് 10/4 √4 × a². a² 13ന്റെ സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ 10ന്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 10/4 × 676/100 എന്ന് കിട്ടും. 10/4 × √576 എന്ന് കിട്ടും. നമുക്ക് 60 സെന്റിമീറ്റർ ആണ് അതിന്റെ ഏരിയ. അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ 60 സെന്റിമീറ്റർ ഏരിയ എന്ന് കിട്ടും. മനസ്സിലായോ? അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. സമയക്കുറവുണ്ട്, അതങ്ങ് പറഞ്ഞു പോവുകയാണ്. അതേപോലെ ഹൈറ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ള വാക്യം ½ × √4a². ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? ½ × √4a² - b² ആണ്. ½ × √4 × a². a² എത്രയാണ്? 13ന്റെ സ്ക്വയർ
മൈനസ് ബി സ്ക്വയർ എത്രയാണ് 10ന്റെ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യുക. 13ന്റെ സ്ക്വയർ 169 ഇൻറ്റു 4 മൈനസ് 100. അപ്പൊ നമുക്ക് എന്നിട്ട് നമ്മൾ ഹാഫ് അതിന്റെ ഹാഫ് കാണുക. അപ്പൊ നമുക്ക് കിട്ടും 12 സെന്റിമീറ്റർ. അപ്പൊ ഇതിലെല്ലാത്തിലും നമ്മൾ നോക്കേണ്ടത് ജോമെട്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഇക്വേഷൻ ആണ് പ്രധാനം. ആ ഇക്വേഷൻ അറിഞ്ഞാൽ ആ ഇക്വേഷനിൽ തന്നിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ഒരു ട്രയാങ്കിൾ ആണ് സ്കെയിലീൻ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ പേരാണ് വിഷമഭുജ ത്രികോണം. വളരെ വിഷമിച്ചുള്ള ത്രികോണമാണ് സ്കെയിലീൻ ട്രയാങ്കിൾ എന്ന് പറയും. സ്കെയിലീൻ ട്രയാങ്കിൾ. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡും വ്യത്യാസമായിരിക്കും. ഒരു സൈഡും ഈക്വൽ ആയിട്ടുണ്ടാവൂല. എല്ലാം കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾ ആണ്. എല്ലാം പല പല സംഭവങ്ങളായിരിക്കും. ആ സ്കെയിലീൻ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം 3 വശങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും, 3 കോണുകളും വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു സമപാർശ്വ ത്രികോണത്തിൽ 2 സൈഡ് തുല്യം, 2 കോണുകൾ തുല്യം. 2 കോണുകൾ 45 ഡിഗ്രി 45 ഡിഗ്രി വീതം. നമ്മുടെ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ ഏരിയ കാണാനുള്ള വാക്യം നമ്മൾ പഠിച്ചു b/4 × √4a² - b². ഹൈറ്റ് കാണാനായിട്ട് 1/2 × 4a² - b². ഇനി നമ്മൾ നോക്കുന്നത് വിഷമം പിടിച്ച ത്രികോണത്തിന്റെ കാര്യമാണ്. സ്കെയിലീൻ ട്രയാങ്കിൾ. അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൈഡും ഡിഫറെന്റ് ആണ്. അപ്പൊ പെരിമീറ്റർ എത്രയാണ്? a+b+c ആയിരിക്കും. പെരിമീറ്റർ a+b+c. അതായത് എല്ലാ സൈഡും വ്യത്യാസമല്ലേ. അപ്പൊ മൊത്തം അതായത് എല്ലാ സൈഡുകളും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇത് a ആണ്, ഇത് b ആണ്, ഇത് c ആണ്. അപ്പൊ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ് എയും ബിയും സിയും കൂടി കൂട്ടി ചുറ്റളവ്. ഇനി അതിന്റെ ഏരിയ പലപ്പോഴും ഈ സ്കെയിലിൻ ട്രയാങ്കിൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏരിയ √s × s - a × s - b × s - c ആണ്. ഇങ്ങനെ ആ ഇക്വേഷൻ ആണ്. അപ്പൊ അത് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കുക. s × s - a × s - b × s - c. അപ്പൊ ഈ s എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? a+b+, എയും ബിയും സിയും കൂടി കൂട്ടിയിട്ട്, അതായത് പെരിമീറ്റർ എയും ബിയും കൂടി സിയും കൂടി കൂട്ടിയിട്ട് 2 വെച്ച് ഹരിക്കുന്നത്. ഒരിക്കലും 3 വെച്ച് ഹരിക്കരുത്. പലരും കുട്ടികൾ 3 ഉണ്ടല്ലോ, അപ്പൊ 3 എന്ന് കൊടുക്കും. 3 അല്ല, a+b+2 ആണ് എന്നുള്ളത് ഓർക്കുക. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള വാക്യം ഇതാണ്. നമുക്ക് വിഷമം പിടിച്ച ട്രയാങ്കിൾ എന്നൊന്നും പറയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ട്രയാങ്കിളിന്റെ അളവ് തരും, എന്നിട്ട് നമ്മളോട് പറയും ഏരിയ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തോളണം ഈ ട്രെയിൻ പോലത്തെ ഈ സംഭവമാണ്, ഈ റൂട്ട് ഇങ്ങനെ അറ്റം വരെ കിടക്കുന്ന സംഭവമാണ് ഈ ചോദിക്കുന്നത് എന്ന് നമ്മൾ അതിൽ എസ് കണ്ടുപിടിക്കണം. എസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ 3 അളവുകളോട് കൂട്ടിയിട്ട് 2 വെച്ച് ഹരിക്കണം എന്നുള്ളത് ഓർക്കുക. 2. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കണക്ക് ചെയ്ത് ട്രയാങ്കിളിന്റെ സൈഡ് 13, 14, 15 ആയാൽ ഏരിയ കാണുക. നമ്മളോട് വിഷമം പിടിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. 3 സൈഡ് തന്നിരിക്കുന്നു. അപ്പൊ തന്നെ ക്ലിക്ക് ആയിക്കൊള്ളണം വ്യത്യസ്ത സൈഡുകൾ. അപ്പൊ ഇത് വിഷമം പിടിച്ച ട്രയാങ്കിൾ ആണ്. അപ്പൊ നമ്മൾ വിഷമിക്കരുത്, നമ്മൾ ചെയ്യുക. എന്താണ് ഏരിയ കാണാനുള്ള വാക്യം? √s × s - a × s - b × s - c. എസ് എത്രയാണ്? എസ് എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും കൂടി കൂട്ടിയിട്ട് 3 വെച്ചല്ല 2 വെച്ച് ഹരിക്കണം. അപ്പൊ 13 + 14 + 15/2. 13ഉം 10ഉം 23ഉം 4 27, 27ഉം 10ഉം 37ഉം 5 42, 42/2 നമുക്ക് കിട്ടും 21. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ സംഭവം ചെയ്യണം. അതെങ്ങനെയാണ്? √s × s - a × s - b × s - c. ഓക്കെ, s നമുക്ക് കിട്ടി. √s എത്രയാണ്? 21 × 21ൽ നിന്ന് a കുറക്ക. a എത്രയാണ്? 13 ഇൻറ്റു ബ്രാക്കറ്റ് അതേപോലെ ഇട്ട് s എന്ന് പറഞ്ഞാൽ വീണ്ടും 21 മൈനസ് b എന്ന് പറഞ്ഞാൽ 4. വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അടുത്ത ബ്രാക്കറ്റ് തുടങ്ങി വീണ്ടും 21 ഇട്ടു. മൈനസ് c എത്രയാണ്? 15. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തു. ഇനി എന്ത് ചെയ്യുക? √21 × 21ൽ നിന്ന് 13 പോകുമ്പോൾ 8
ഇൻറ്റു ആണല്ലോ കൊടുത്തിരിക്കുന്നത്. 21 14 പോകുമ്പോ 21 10 പോയി കഴിഞ്ഞാൽ 11, 11 4 പോയാൽ 7, 7 ഇൻറ്റു 21 15 പോയാൽ 6, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 8നെ 21നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഗുണിച്ചിട്ട് റൂട്ട് എടുക്കാം, അതല്ലെങ്കിൽ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 3 എന്ന് എഴുതാം, ഇല്ലേ? 21 ഇൻറ്റു 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 4 എന്ന് എഴുതാം. അതേപോലെ ഈ 7ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അതേപോലെ തന്നെ എഴുതി. അതേപോലെ ഈ 6നെ നമുക്ക് എന്ത് ഈ 8നെ നമ്മള് 8ന് നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. 3 2 ആക്കി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു 7ന് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, 7 എന്ന് തന്നെ എഴുതി. 6ന് നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇത്ര എഴുതാലോ. എന്നിട്ട് ജോഡികള് തിരഞ്ഞെടുക്കുക. അതായത് 2 എത്ര എണ്ണം ഉണ്ട്? 7 എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം 2 എണ്ണം. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് 7. ഇവിടെ 3 എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പൊ അതെടുത്തു 3. 2 എത്ര എണ്ണം ഉണ്ട്? 1 2. അപ്പൊ 2 പേര് വരുമ്പോ ഒരെണ്ണം എടുത്തു. അടുത്ത 2 നോക്കി, 1 2 1 2. അപ്പൊ അടുത്ത 2 എടുത്തു. ആൻസർ ആയി 7 3 21. 21 ഇൻറ്റു 2 42. 42 ഇൻറ്റു 2 84. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോ ഒന്നുമില്ലെങ്കിൽ ഇത് മൊത്തം നമുക്ക് ഗുണിച്ചിട്ട് അതിന്റെ റൂട്ട് എടുക്കാം, പ്രശ്നമില്ല. പക്ഷെ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇത് കിട്ടാതെ ഇതിനു വേണ്ടി കിടന്ന് പഞ്ചവത്സര പദ്ധതി ഒന്നും ചെയ്യരുത്. ഇത് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ 21 ഒന്ന് ഗഡാക്രി ചെയ്യുക എന്ന് വെച്ചാൽ ഏത് 2 തുല്യ സംഖ്യകളുണ്ട് അപ്പൊ ചെറുതാക്കി കഴിയുമ്പോൾ 7 ഇൻറ്റു 3 അതെഴുതി. 8നെ പറ്റുമെന്ന് നോക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതി. ഈ 7നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ എഴുതി. 6ന് 2 ഇൻറ്റു 3 എന്ന് എഴുതി. എന്നിട്ട് എല്ലാത്തിൽ നിന്നും ഓരോന്ന്, അതായത് 2 എണ്ണം ഉണ്ടെങ്കിൽ ഓരോന്ന് എടുക്കുക. ഇവിടെ 7 2 എണ്ണം ഉണ്ട്, അപ്പൊ ഒരാളെ എടുത്തു. 3 2 എണ്ണം ഉണ്ട്, അപ്പൊ ഒരാളെ എടുത്തു. 2 എണ്ണം ഉള്ളതിൽ ഒരാളെ എടുത്തു. പിന്നെ 2 എണ്ണം ഉണ്ട്, ഒരാളെ എടുത്തു. എല്ലാം കൂടി ഗുണിച്ചു നമുക്ക് കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ തുല്യമല്ലാത്ത വശം ഐസോസെലസ്. അപ്പൊ ഇതല്ല ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ കാര്യമാണ് പറയുന്നത്, സ്കെയിലിയൻ അല്ല. ശ്രദ്ധിച്ചോളണം. ഐസോസെലസ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഓർത്തോളണം, സമപാർശ്വമാണ്. ഇത് സ്കെയിലിയൻ ആണ്, വിഷമഭുജ ത്രികോണമാണ്. ഇനി അടുത്തത് അതിലൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അത് പറഞ്ഞാണ് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ തുല്യമല്ലാത്ത വശം, ഈക്വൽ സൈഡ് അല്ല, തുല്യമല്ലാത്തത് വശം 4/3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ചുറ്റളവ് പെരിമീറ്റർ 4 15 2 ആണ്. നമ്മളോട് തുല്യമായ വശത്തിന്റെ നീളം കാണാനാണ് പറഞ്ഞത്, ഈക്വൽ സൈഡ്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമുക്കറിയാം 2 സൈഡ് മാത്രമേ തുല്യം, 1 സൈഡ് വ്യത്യാസമാണ്. 2 സൈഡ് തുല്യം, 1 സൈഡ് വ്യത്യാസം. ഇത് രണ്ടും തുല്യം, എ എ, ഇത് ബി വ്യത്യാസം. ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? തുല്യമല്ലാത്ത വശം തന്നിട്ടുണ്ട്. ഈ ബി ആണ് തന്നിരിക്കുന്നത് 4/3. എന്നിട്ട് പെരിമീറ്റർ തന്നിട്ടുണ്ട്, ചുറ്റുമുള്ള അളവ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ തുല്യമായ വശം എത്രയാണ് എന്നാണ്. നമുക്കറിയാം പെരിമീറ്റർ കാണാനുള്ള വാക്യം നമുക്കറിയാം, 2aയും ബിയും കൂടി കൂട്ടുക, a plus b, അപ്പൊ 2a plus b, അതാണ് പെരിമീറ്റർ. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 4 2/15 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 4 2/15 നമുക്ക് 15 × 4 60, 60 plus 2 62/15 എന്ന് എഴുതാം. 2a plus b എന്ന് പറഞ്ഞാൽ 62/15. അതില് തുല്യമല്ലാത്ത സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 4/3, b തന്നിട്ടുണ്ട്. അപ്പൊ 2a plus 4/3 നമുക്ക് തന്നിരിക്കുന്നു 62/15.
ഇനി നമുക്ക് അതിൽ നിന്ന് 2a കണ്ടുപിടിക്കാമല്ലോ. 2a എങ്ങനെ കണ്ടുപിടിക്കും? അല്ല 2a എങ്ങനെ കണ്ടുപിടിക്കും? 62/15 ഇവിടെ പ്ലസ് ആണ് 4/3. അപ്പൊ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -4/3. -4/3. ഒരിക്കലും ഇൻഡു ഇട്ട് ഗുണിച്ച് വെക്കരുത്, ഓർത്തു വെക്കുക. അതായത് ഇവിടെ 3 കാണുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തല തിരിച്ചിട്ടൊക്കെ ഗുണിച്ചൊക്കെ വെക്കും. അങ്ങനെയല്ല, ഇവിടെ പ്ലസ് സൈൻ കണ്ടോ, അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ്, ഇത് മൊത്തം മൈനസ് ആവുകയാണ്. ഇനി എന്ത് ചെയ്യുക? 15ന്റെയും 3ന്റെയും LCM കാണുക. നമുക്കറിയാം 15ന്റെയും 3ന്റെയും LCM കാരണം വ്യത്യസ്ത ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പൊ 15 3ന്റെ LCM കാണുക. 15 ആണ് നമുക്ക് LCM കിട്ടുക. LCM 15. കണ്ട 15 വെച്ച് ഈ 3 പോകും. അപ്പൊ അതുകൊണ്ട് ആ വലിയ സംഖ്യയാണ് LCM, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? 15 × 62/15 മൈനസ് 15 × 4/3 ഹോൾ ഡിവൈഡഡ് ബൈ 15 എന്നാണ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഈ 15 വെട്ടി, ഈ 3ഉം ഈ 15 വെട്ടി 5, 62 - 20/15 എന്ന് കിട്ടി. ഇതെന്താണ്? ഇത് is equal to 2a ആണ്. 2a ആണ് ആ തന്നിരിക്കുന്ന സംഗതി. അപ്പൊ 62 ന്ന് 20 പോയാൽ നമുക്കറിയാം 42/15. 2a 42/15 ആണ്. ഇനി നമുക്ക് a കണ്ടുപിടിക്കാം. a 42/15 ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കാനാകും. അപ്പൊ 42/30 എന്ന് കിട്ടും. അതായത് വീണ്ടും വെട്ടാൻ പറ്റുന്നത് വെട്ടാലോ. 2ഉം 42ഉം കൂടി വെട്ടി 21 21/15 എന്ന് കിട്ടും. 21/15 എന്ന് കിട്ടും. അത് നമുക്ക് വീണ്ടും സിംപ്ലിഫൈ 21/15 വേണമെങ്കിൽ 15നെ ഹരിച്ച് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ എത്രയാണ് ചെയ്തത്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ തുല്യമല്ലാത്ത വശം തന്നിരിക്കുന്നു. അപ്പൊ അത് നമുക്കറിയാം ഈ ബി ആണ് തന്നിരിക്കുന്നത്. ഇനി പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എയും ബിയും കൂടി കൂട്ടുന്നതാണ്. അതായത് a + a 2a + b ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി എഴുതി. 4 × 15 60 + 2 62/15 എന്ന് എഴുതി. അത് 2a + b. ഇനി ഇവിടെയാണ് എപ്പോഴും തെറ്റിക്കുക കുട്ടികൾ. 2a + bക്ക് പകരം നമ്മൾ 4/3 കൊടുത്തു. 62/15. ഈ 2a ഇവിടെ നിർത്തി. 62/15 ഇവിടെ ഉള്ളതാണ്. അങ്ങോട്ട് ഈ 4/3നെ കൊണ്ടുപോകുമ്പോൾ ഈ +4/3 അങ്ങോട്ട് പോകുമ്പോൾ -4/3. ഇനി രണ്ടും ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് കുറച്ച് എഴുതിയാൽ മതി. ഇവിടെ വ്യത്യസ്തമായതുകൊണ്ട് LCM കാണുന്നു. LCM കൊണ്ട് ഗുണിക്കുന്നു. ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും 42/15 എന്ന് കിട്ടും. 42/15 അത് 2a ആണ്. a കണ്ടുപിടിക്കാനായിട്ട് 42/15 ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കാനാകും. ഈ 2ഉം ഈ 42 കൂടി വെട്ടി 21/15. ഇത് വേണമെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം. ഇനി ഒരു മട്ടത്രികോണത്തിന്റെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ വശങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്. സൈഡ് a + d a + 2d ആയാൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു എയും ഡിയും പോസിറ്റീവ് ആണ്. എയും ഡിയും പോസിറ്റീവ് ആണ്. a/d കാണുക. a/d കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ a + d a + 2d ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് പോകുന്നത്. a + d a + 2d ഇങ്ങനെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പോകുന്നതാണെങ്കിൽ എപ്പോഴും അതായത് ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആണ് പോകുന്നതെങ്കിൽ എപ്പോഴും അതിന്റെ വശങ്ങൾ 3:4:5 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. ഏത് റേഷ്യോ ആണ്? 3:4:5
4:5 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും എന്നുള്ളത് ഓർക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 3:5 റേഷ്യോയിലാണ്. അപ്പോൾ അതായത് ഈ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്നുള്ള ആ സംഭവത്തിൽ ആയിരിക്കും. അപ്പോൾ ഇത് 3 അപ്പോൾ 3:4:5 എന്ന് പറയുന്ന റേഷ്യോ. അപ്പൊ a പ്ലസ് ഡി a പ്ലസ് 2d നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? എയും ഡിയും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എയും ഡിയും തമ്മിലുള്ള റേഷ്യോ a:d. അതായത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് ബി, എയും a പ്ലസ് ഡിയും. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 3 കുറക്കുമ്പോൾ 1 കിട്ടും. 4ൽ നിന്ന് 3 കുറക്കുമ്പോൾ, അതായത് നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, പുറകിൽ നിന്ന് നമ്മൾ കുറക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി 4ൽ നിന്ന് 3 കുറക്കുമ്പോൾ ഡി 1 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ a:d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 3:1. a 3 d 1 എന്ന് നമുക്ക് എഴുതാം 3:1. മനസ്സിലായി? അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒരു AP യിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും 3:4:5 ആയിരിക്കും. 3:4. അതിലിപ്പോ ഡി ആണെങ്കിൽ ആ ഡി നമ്മൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പിലുള്ളതിന് പുറകിലുള്ളത് കുറക്കണം. അപ്പൊ 4ൽ നിന്ന് 3 കുറച്ച് നമുക്ക് 1 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് a:d നമ്മളോട് ചോദിച്ചിരിക്കുന്നു. a നമുക്കറിയാം 3 ആണെന്ന്, ഡി അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 1. അപ്പൊ 3:1. ഓക്കെ, അപ്പോൾ ആ ഭാഗവും കഴിഞ്ഞു.